വയസ്സിനി 60 ആയാലും 80 ആയാലും ശരി, നമ്മുടെ ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നരച്ചുവെന്ന് പിന്നെ ആരും പറയത്തില്ല. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ വയസ്സ് 18 വയസ്സ് എന്ന് വേണമെങ്കിൽ എല്ലാവരും പറയും. അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഹെയർ ഡേ ആണ്. പണം പാഴാവില്ല, കെമിക്കലുകളുടെ പുറകെ പോകേണ്ട, വെറുതെ തൊടിയിലോട്ടൊന്ന് ഇറങ്ങിയാൽ മതി. നിങ്ങളുടെ മുടിയുടെ ആ ഒരു കറുത്ത് ഇരണ്ട് നര മാറിയിട്ട് ഒരു 18 വയസ്സുകാരെ പോലെ തോന്നിക്കും. ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ 3 അടിപൊളി ടിപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ബൗളിലോട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് റാഗി പൗഡറാണ് കേട്ടോ. 1 സ്പൂൺ റാഗി പൗഡറാണ് എടുത്തേക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തൈരും കൂടെ എടുക്കുന്നുണ്ട്. നിറച്ച് 1 സ്പൂൺ തൈര് മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് അല്പം പഞ്ചസാരയാണ്. അപ്പോൾ ഇത് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഇത് മിക്സായി കിട്ടിക്കോളും. ഈ റാഗിപ്പൊടിയും തൈരും പഞ്ചസാരയും ഇത് നമ്മുടെ മുഖത്തിന് ഒരുപാട് നല്ലതാണ്. മുഖത്തെ മൃതകോശങ്ങളൊക്കെ മാറിയിട്ട് നന്നായിട്ട് മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. നല്ലൊരു സ്ക്രബ്ബറാണിത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ റാഗിപ്പൊടിക്കൊരു തരിതരിപ്പുണ്ട്. അത് നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെയും അഴുക്കിനെയും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പം മൃദുവായിട്ടത് നീക്കം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ചർമ്മത്തിന് തിളക്കം നൽകുന്നു. അത് ഈ തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് അതാണ് ചർമ്മത്തിലെ കറുത്ത പാടുകളൊക്കെ അകറ്റി ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കം നൽകും. പിന്നെ വരൾച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ തൈര് ചർമ്മത്തിന് എന്താ പറയുക, ഈർപ്പം നിലനിർത്തി നല്ല ഒരു മോയ്സ്ചർ നൽകുന്നു. അതുപോലെ തന്നെ ഇത് പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ റാഗിയിലെ അമീനോ ആസിഡുകൾ ചർമ്മം അയഞ്ഞു തൂങ്ങുന്നതൊക്കെ തടഞ്ഞിട്ട് നല്ല ഒരു എന്താ പറയുക, ഒരു ഇലാസ്റ്റികത നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം വളരെ ഈസി ആയിട്ടിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ല ഒരു ഫേസ് പായ്ക്കാണിത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫേസിൽ തന്നെയല്ല, നിങ്ങളുടെ കയ്യിലും കഴുത്തിലും ഒക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു നിറം കിട്ടുന്നതായിരിക്കും. ഇനി റാഗി പൗഡറിൻ്റെ ആർക്കും അറിയാത്തൊരു കിടിലൻ സൂത്രം കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 1 സ്പൂൺ റാഗി പൗഡർ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ കലക്കിയെടുത്ത ഈ സംഭവത്തിൻ്റെ ഗുണം എന്താണെന്നറിയാവോ? നമ്മൾ കറികളൊക്കെ വയ്ക്കുമ്പം ചിലപ്പം കൊഴുപ്പ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി എന്ന് വിചാരിക്കുക. ഇതുപോലെ അല്പം റാഗി പൗഡർ എടുത്തൊന്ന് വെള്ളത്തിൽ കലക്കി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, കൊഴുപ്പ് കുറഞ്ഞ കറിയാണെങ്കിൽ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ലപോലെ കൊഴുപ്പ് കിട്ടും. ഇനി അഥവാ ഉപ്പ് കൂടിപ്പോയതാണെങ്കിലും ഉപ്പ് കുറഞ്ഞ് കിട്ടും. അപ്പം നിങ്ങൾ ഈ 2 കാര്യങ്ങളും ഇനി ഒന്ന് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇപ്പോൾ ഈ കറി കണ്ടോ, അല്പം കൂടെ കൊഴുപ്പ് കൂടിയില്ല. ഇതിപ്പം ഞാൻ സാമ്പാറിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പാലൊക്കെ ചേർക്കാൻ പറ്റുന്ന സ്റ്റൂ പോലെയൊക്കെയുള്ള കറികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് തന്നെ കലക്കിയാൽ മതി, വെള്ളം ഒഴിക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1 പിടി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ചെറിയ ഉള്ളി നമ്മുടെ മുടിക്ക് എന്തുമാത്രം ഗുണം ചെയ്യുന്നുണ്ടെന്നല്ലേ. ചെറിയ ഉള്ളിയിലെ സൾഫർ അതൊക്കെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. മുടി വളരാൻ വേണ്ടിയിട്ട്, മുടിയുടെ വേരുകളെ ശക്തമാക്കുന്നതിനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഈ കറിവേപ്പിലയാണ്. ഇപ്പോൾ കറിവേപ്പില നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു 5-6 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മുടിയുടെ ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു സൂത്രമാണ്, വേറൊന്നുമല്ല, കറ്റാർവാഴ. അപ്പോൾ ഇത് ഞാൻ ഒരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറുതായിട്ടിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറ്റാർവാഴയുടെ ഗുണങ്ങൾ ഇനി ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ലല്ലോ. നമുക്കറിയാം കറ്റാർവാഴ നമ്മുടെ തലയോട്ടിയിലെ ആ ഒരു pH ലെവലൊക്കെ കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. മുടിക്ക് എന്താ പറയുക, ആവശ്യമായിട്ടുള്ള ആ ഒരു ഈർപ്പമൊക്കെ നൽകി മുടിയുടെ വരൾച്ച മാറ്റിയിട്ട് മുടി കെട്ടുപിണഞ്ഞ് ആ പൊഴിയുന്നതൊക്കെ തടയുകയും, അതുപോലെ തന്നെ ഇതിലെ ആ ഒരു എൻസൈമുകളൊക്കെ ഉണ്ടല്ലോ, അത് കേടായ കോശങ്ങളെയൊക്കെ എന്താ പറയുക ഒന്ന് പുനർജീവിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കറ്റാർവാഴയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ആ വെള്ളത്തോട് കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മഷി പോലൊന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ ഇതുപോലൊരു തുണിയിലോട്ട് വെച്ചിട്ടൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പോളിസ്റ്ററിൻ്റെ ഒരു ഷോളിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കോട്ടൺ തുണിയേക്കാളിലും കുറച്ചുകൂടി നല്ലത് ഇതുപോലത്തെ ഷോൾ വെച്ചിട്ട്
അരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ സംഭവം കിട്ടിയേക്കുന്നത്. വളരെ കുറച്ചുള്ളെങ്കിലും ഉണ്ടല്ലോ, ഇത് മുടിക്ക് എന്നെ ഗുണം ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. മുടി കൊഴിച്ചിലുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പായ്ക്കാണിത് കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കരുത്. ഇതിനകത്ത് നമ്മൾ എടുത്തേക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇതിങ്ങനെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ടൊരു 10-20 മിനിറ്റ്, കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി മുതിർന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു, എന്തെങ്കിലും ആ ഉള്ളിയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു വലിയ സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല, കാരണം കറിവേപ്പിലയുടെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കും. മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞൊരു സംഭവമേ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ 1 ചെയ്താൽ മതി. ആഴ്ചയിൽ 1 നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മുടി പോലും കൊഴിയത്തില്ല. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ, നോക്കിയിട്ട് പറയണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണമെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതൊരു പ്രചോദനമായിട്ട് തീരത്തുള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ്, നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പാണ് ഇത്. ഇതുപോലെ നമ്മുടെ മുടി യാതൊരു കെമിക്കലുകളും ഇല്ലാതെ കറുപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ തൊടിയിലേക്ക് ഒന്ന് ഇറങ്ങുക. എന്നിട്ട് ഇതുപോലെ കാണുന്ന കീഴാർനെല്ലി ഉണ്ടല്ലോ, നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. കുറച്ച് പറിച്ചുകൊണ്ട് വരിക. ഞാനിങ്ങനെ ഒരു പിടിയോളം ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് എൻ്റെ വേരൊന്നും കളയണ്ട കേട്ടോ. വേര് ഉൾപ്പെടെയാണ് നമുക്ക് കഴുകിയെടുക്കേണ്ടത്. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സമൂലമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഒരു 2 പനിക്കൂർക്കയുടെ ഇലയും കൂടെ നമുക്കിതിലോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ടൊരു 3-4 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു അര ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം. അത് അരിച്ചെടുക്കുക. അത് അരിച്ചെടുത്ത് മാറ്റി വെച്ച ആ ഒരു തണുത്ത തേയില വെള്ളം വേണം നമ്മൾ ഒഴിച്ച് ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ ഒരു വെള്ളം മാത്രം ഇതുപോലെ നമുക്ക് അരിച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നീലിയാമരിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയുമാണ്. രണ്ടും ഓരോ സ്പൂൺ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി തേയില വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ചട്ടിയിലോട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കണം. ഇങ്ങനെ നന്നായിട്ട് ചട്ടിയിൽ മുഴുവനും ഞാൻ ഇങ്ങനെ നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ദിവസം, ഒരു രാത്രി മുഴുവനും ഇതിങ്ങനെ ഇരിക്കണം. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് കറുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കെമിക്കലും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ആ ഇരുമ്പിൻ്റെ ഒരു തുരുമ്പിൻ്റെ ഒരു അംശമൊക്കെ ഉള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തെ ഫെറിക് ഓക്സൈഡാണ് ഈ നമ്മുടെ ഈ ഡൈ ഇങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡൈ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. മുടി ഇഴകളിൽ എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായിട്ട് വേണം നമ്മളിത് ഒരു ബ്രഷ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എത്ര നരച്ച മുടിയാണെങ്കിലും ശരി, 60 വയസ്സ് കഴിഞ്ഞാലും ശരി, 80 വയസ്സ് കഴിഞ്ഞാലും ശരി, ഇത് ഇങ്ങനെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇത് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടോ, എത്രമാത്രം കറുപ്പാണെന്ന് നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഇതിലേക്ക് യാതൊരു കെമിക്കലും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ മുടി ഇതുപോലെ കറുപ്പ് ആക്കിയെടുത്തത്. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. വെറുതെ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോയിട്ടിട്ട് പണി മേടിച്ചെടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ തൊടിയിലോട്ടൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇതുപോലുള്ള അനേകം എന്താ പറയുക ഔഷധ സസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ റിസൾട്ട് അറിയിക്കുക കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ